14ാമത് ഇടുക്കി സഹോദയ കലോത്സവത്തിൽ വിജയകിരീടം ചൂടി തൂക്കുപാലം വിജയമാത പബ്ലിക് സ്കൂൾ. അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളാണ് 2ാം സ്ഥാനത്ത്. മോൺഫോർട്ട് സ്കൂൾ അണക്കര 3ാം സ്ഥാനവും ക്രിസ്തുജ്യോതി പബ്ലിക് സ്കൂൾ രാജക്കാട് 4ാം സ്ഥാനവും കരസ്ഥമാക്കി. സമാപന സമ്മേളനം അഡ്വക്കേറ്റ് എ രാജ MLA ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായി അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ നടന്നു വന്നിരുന്ന 14ാമത് ഇടുക്കി സഹോദയ കലോത്സവത്തിന് തിരശ്ശീല വീണു. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ 902 പോയിന്റ് നേടിയ തൂക്കുപാലം വിജയമാത പബ്ലിക് സ്കൂൾ 1ാം സ്ഥാനത്തെത്തി വിജയകിരീടം ചൂടി. തൊട്ടുപിന്നിൽ 900 പോയിന്റുമായി ആതിഥേയരായ വിശ്വദീപ്തി പബ്ലിക് സ്കൂൾ അടിമാലി 2ാം സ്ഥാനത്തെത്തി. 766 പോയിന്റുകളുമായി മോൺഫോർട്ട് അണക്കരയാണ് 3ാം സ്ഥാനത്ത്. 4ാം സ്ഥാനത്തുള്ള ക്രിസ്തുജ്യോതി പബ്ലിക് സ്കൂൾ 729 പോയിന്റ് നേടി. ജില്ലയിലെ 31 CBSE സ്കൂളുകളിൽ നിന്നായി 2500-ലധികം കലാപ്രതിഭകളാണ് 150ഓളം ഇനങ്ങളിൽ കലോത്സവത്തിൽ മാറ്റുരച്ചത്. സമാപന സമ്മേളനം അഡ്വക്കേറ്റ് എ രാജ MLA ഉദ്ഘാടനം ചെയ്തു. മുഴുവൻ സ്കൂളുകളിൽ CBSE സ്കൂളുകളിലുള്ള കുട്ടികളെല്ലാം ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് 2 ദിവസമായി നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. എന്നാൽ പോലും ഏറ്റവും ഭംഗിയായി അത് നടത്തി തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹോദയ പ്രസിഡന്റ് ഫാദർ സിജൻ പോൾ ഊന്നുകല്ലിൽ അധ്യക്ഷത വഹിച്ചു. സഹോദയ സെക്രട്ടറി സിസ്റ്റർ ഷെറിൻ തെക്കിൽ, ട്രഷറർ ഫാദർ സുജിത് തൊട്ടിയിൽ, കലോത്സവം ജനറൽ കൺവീനർ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ്, വിശ്വദീപ്തി സ്കൂൾ മാനേജർ ഫാദർ ഷിൻഡോ കോലത്തുപടവിൽ, കലോത്സവം ജോയിന്റ് കൺവീനർ ഫാദർ ജിയോ ജോസ്, PTA പ്രസിഡന്റ് വർഗീസ് പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ, അടിമാലി.